അപ്പോൾ ഇവരുടെ ഒന്ന് നമ്മൾ എപ്പോഴും കണ്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കഷ്ടതയെ പറയും, നല്ലത് അവർ പറയില്ല. എന്ന് വെച്ചാൽ അവരുടെ അനുഭവം അതാണ്. അത് പുതിയതിനോട് കൂടുതൽ താല്പര്യം. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞു, ശനി ചന്ദ്രൻ്റെ പഴയ പുരാവസ്തുവിലാണ് അവർക്ക് താല്പര്യം. ഇതങ്ങനെയല്ല. പിന്നെ അനുഗ്രഹീതനാണ്. ചില സമയങ്ങൾ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്നവർ. 27 നക്ഷത്രക്കാർക്കും ഓരോ സവിശേഷതകളായിരിക്കും അവരുടെ സ്വഭാവത്തിന്. അങ്ങനെ നോക്കുമ്പോൾ ഈ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ, അതിൽ ജനിച്ച ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ ഉണ്ടാവില്ല? തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് മാസം പറയാം. ഇപ്പൊ ജാനുവരി മുതൽ ഡിസംബർ വരെ 1 അങ്ങനെ 12 നമ്പർ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1-ാം തീയതി ജനിച്ചവർ 2-ാം തീയതി 3-ാം തീയതി, അത് തിരിച്ച് കൂടി വരുമ്പോൾ 12-ാം തീയതി വരും, 3-ാം സംഖ്യ വരും. 14 5-ാം നമ്പർ വരും. 13 നമ്മൾ കൂട്ടി വരുമ്പോൾ 4 സംഖ്യ. അപ്പോൾ ഓരോ സംഖ്യയ്ക്കും അത് പ്രത്യേകതയാണ്. പിന്നെ 5-ാം നമ്പർ എന്ന് പറയുന്നത് ഇരു സ്വഭാവക്കാർ, ഇരട്ട 2 മനസ്സെന്ന് പറയും. ബുധൻ്റെയാണ്, മെർക്കുറിയുടെ. ഇവരുടെ ഒരു എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോളൂ. എത്ര, അതായത് ഇപ്പം ഹൈ ലെവലിലും പോവും, താഴോട്ട് ഇപ്പം ഫ്രണ്ട്ഷിപ്പൊക്കെ അങ്ങനെ വലിയ ആൾക്കാരെ കൂട്ടുകൂടാവൂ, ചില ആൾക്കാരെടുത്ത് കൂട്ടുകൂടാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുന്നവരാണ് 5-ാം നമ്പരുകാർ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡ്രസ്സിങ്ങിലൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുന്നവരാണ്. ഡ്രസ്സ്, അതുപോലെ പുസ്തക ശേഖരണം, ബുക്സൊക്കെ ശേഖരിച്ച് ഒരു ലൈബ്രറി തന്നെ കാണും വീട്ടിൽ. അങ്ങനെ ഒരു താല്പര്യം. മാത്സിലൊക്കെ മിടുക്കന്മാരായിരിക്കും 5-ാം നമ്പരുകാർ. അതും ആയില്യം, തൃക്കേട്ട, രേവതി ഈ നക്ഷത്രം കൂടെ ആയിക്കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയാണ്. ഇപ്പം ബാങ്കിങ്ങിലൊക്കെ മാനേജർ പോസ്റ്റ്, CA, ഇതെല്ലാം കമ്പനി സെക്രട്ടറി, ഇതെല്ലാം വരുന്നത് ഈ 5-ാം നമ്പരുകാരാണ്. പിന്നെ ഇരട്ട കുട്ടികളെയും പറയാം. ചില കുട്ടികൾ ഈ 5-ാം നമ്പർ. അപ്പോൾ ഡേറ്റ് പറയുമ്പോൾ 5-ാം തീയതി ജനിച്ചവർ, 14-ാം തീയതി ജനിച്ചവർ, 23-ാം തീയതി ജനിച്ചവർ. അപ്പോൾ ഈ 3 പറഞ്ഞത് 5-ാം മാസം, അത് മെയ് മാസം, അത് വലിയ പ്രത്യേകതയാണ്. അപ്പം ബുധനാണ് അതിൻ്റെ ആധിക്യം. പിന്നെ അതിന് അടുത്ത് നോക്കുന്ന 6-ാം നമ്പർ. ന്യൂമറോളജിയിൽ 6-ാം നമ്പറിന് വളരെ പ്രത്യേകതയാണ്. ഈ ഇത്രയും ഇതിനേക്കാളും വളരെ പ്രത്യേകത 6-ാം നമ്പറിന്. എന്ന് വെച്ചാൽ ലക്ഷറി ഗ്രഹമായ ശുക്രൻ്റെ നമ്പരാണ്. അപ്പോൾ അത് ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂണിൽ ജനിക്കുന്നവർ, ജൂൺ മാസം 6-ാം മാസം അല്ലേ, 6-ാം തീയതി, 15-ാം തീയതി, 24-ാം തീയതി, അതും വളരെ പ്രത്യേകതയാണ്. കലാമേഖലയിലായിരിക്കും വരും കൂടുതലും, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് മേഖല. ഇപ്പം ടെക്സ്റ്റൈൽസ് ഡിസൈനിങ് വരയ്ക്കില്ലേ, അല്ലെങ്കിൽ ഈ പടം വരപ്പ്, കൂടുതലും നമ്മളെ സാബു സിവിൽ പോലെ, സാബു സിവിൽ എന്താ കലാസംവിധാനം, അതൊക്കെ അതിലൊക്കെ കഴിവ് തെളിയിക്കുന്നവരായിരിക്കും. പിന്നെ അഭിനയം, മിമിക്രി ആർട്ടിസ്റ്റ്, സംഗീതാധികാരികളെല്ലാം അവരും ഈ ഡ്രസ്സിലൊക്കെ ഭയങ്കര നീറ്റാണ്. കൂടുതലും പെർഫ്യൂം യൂസ് ചെയ്യുന്നവർ, അതായത് ഈ 6-ാം നമ്പറിൽ ജനിച്ചവർ, 15-ാം തീയതി ജനിച്ചവർ, 24-ാം തീയതി ജനിച്ചവർ, അത് വെള്ളിയാഴ്ചയും കൂടെ ആയിക്കഴിഞ്ഞാൽ, നക്ഷത്രമാണെങ്കിൽ പൂരാടം, ഭരണി, പൂരം, ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവർ പെർഫ്യൂം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. എപ്പോഴും അവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും അവരടുത്ത്. അങ്ങനെ ഒരു താല്പര്യം. പിന്നെ പുതിയ എന്തൊരു, അതായത് മാർക്കറ്റിങ്ങിൽ ഏതൊരു പുതിയ സാധനം ഇറങ്ങിയാലും, അത് ഫോണാവട്ടെ, ഡ്രസ്സാവട്ടെ, മറ്റുള്ള ഹോം അപ്ലയൻസ്, എന്തായാലും ഇവരായിരിക്കും ആദ്യം എത്തുക വാങ്ങിക്കാൻ. അത് പുതിയതിനോട് കൂടുതൽ താല്പര്യം. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞു, ശനി ചന്ദ്രൻ്റെ പഴയ പുരാവസ്തുവിലാണ് അവർക്ക് താല്പര്യം. ഇതങ്ങനെയല്ല. ഇത് എന്ത് സാധനം മാർക്കറ്റിൽ പുതിയത് ഇറങ്ങിയാലും, അത് പെർഫ്യൂം ആയാലും ശരി, മറ്റുള്ള ഡ്രസ്സായാലും ശരി, ഹോം അപ്ലയൻസ്, ഇപ്പം ചിലവരൊക്കെ ഈ ബോക്സൊക്കെ വാങ്ങിക്കില്ലേ, വീഡിയോയുടെ അടിയുടെ ഒക്കെ, അതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോഴും വാങ്ങിക്കും. അപ്പോൾ അതിലൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. കലാമേഖലയിൽ ഭയങ്കര കഥ, കവിത, ഡാൻസ്, പാട്ട്, സംഗീതാധികാരികളിൽ അഭിനയം, ഇതെല്ലാം ഭയങ്കര. അടുത്ത് 7-ാം നമ്പർ. 7-ാം നമ്പർ എന്ന് പറഞ്ഞാൽ മിറാക്കിളാണ്. ഈ 7-ാം നമ്പറുകാർ ഒരു പ്ലാനിങ് ഇവർ നടക്കില്ല. അവർ എന്ത് പ്ലാൻ ചെയ്താലും പൊളിയും. അതിൻ്റെ കാര്യം അതിൻ്റെ വഴിക്ക്. അപ്പം ഡേറ്റ് എങ്ങനെ പറയാം? ജൂലൈ മാസം. നമ്പർ നോക്കുകയാണെങ്കിൽ 7-ാം തീയതി ജനിച്ചവർ, 16-ാം തീയതി ജനിച്ചവർ, 25-ാം തീയതി ജനിച്ചവർ. അപ്പം ജൂലൈ മാസം. ഇവിടെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ പ്ലാനിങ് ഒന്നും നടക്കില്ല. ഇവരെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എല്ലാം പറയും, പകുതി വെച്ച് നിർത്തും. അപ്പോൾ കൂടുതൽ ഇവർക്ക് വന്ന് മിറാക്കിളാണ്. മിറാക്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നക്ഷത്രം നോക്കുകയാണെങ്കിൽ അശ്വതി, മകം, മൂലനക്ഷത്രം, ഇത് 3ഉമാണ് ഈ 7-ാം നമ്പറിൽ വരുന്നത്. അതിപ്പം നമുക്ക് ദിവസം അത് ഇല്ല, ആഴ്ചകളിൽ ആ കേതുവിനും രാഹുവിനും ആഴ്ചയില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചൊവ്വാഴ്ച പറയാം. ചൊവ്വാഴ്ചയും കൂടെ ജനിച്ചു കഴിഞ്ഞാൽ
ഇവർക്ക് എല്ലാം, അതായത് നേടുന്നതും അങ്ങനെയായിരിക്കും, മിറാക്കിളായിരിക്കും. എല്ലാവരും നോക്കുന്നില്ലോ ഹൈ പൊസിഷനിലാവും, തിരിച്ചാവും. 7 നമ്പരുടെ പ്രത്യേകത. പിന്നെ ഇവരെ പഠനം എന്ന് പറഞ്ഞത് കൂടുതലും കേബിൾ വിഷയം വെച്ച് നടത്തുന്നവർ, ഈ ടി വിയുടെ പെട്രോളിയം കെമിക്കൽ അതിലൊക്കെ, ഇപ്പം പുറത്തൊക്കെ കെമിക്കൽ കമ്പനി, പെട്രോളിയം കെമിക്കൽ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നില്ലേ, അതിലൊക്കെ കൂടുതലും ഇവരാണ് ജോലി. അതിപ്പോൾ ഓഫീസ് വർക്കായാലും മറ്റുള്ളതായാലും പഠിത്തവും അങ്ങനെ വരുള്ളൂ ഇവരുടെ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 8 നമ്പർ. 8ൻ്റെ ഒരു പ്രത്യേകത, ഇപ്പം നമ്മൾ 8 സംഖ്യ പറയുമ്പോൾ എല്ലാം നമുക്ക് ആ വരയ്ക്കുന്നത് 1 നമ്പർ 2 നമ്പർ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. 8 അങ്ങനെയല്ല, 8 2 0 ചേർത്ത് വെച്ചേക്കാണ്, 2 0 ഒട്ടിച്ച് വെച്ചേക്കാനാണ് 8. 8ൻ്റെ ഒരു ഇത് നഷ്ടം, തിരിച്ചും വരും. അമിതമായിട്ടുള്ള ലാഭവും കിട്ടും, അമിതമായിട്ടുള്ള നഷ്ടവും വരും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു പടം റിലീസായി, അപ്പോൾ എന്ത് പറയുന്നത്, 8 നിലയ്ക്ക് പൊട്ടി, ഈ നമ്പറിനെയാണ് പറയുന്നത്. പണ്ട് നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ എന്ത് പറയും, 8 എടുക്കാൻ പറയും. 8 എന്ന് ഉദ്ദേശിക്കുന്നത് കഷ്ടത. അപ്പോൾ ഈ നമ്പരുകാരെല്ലാം ഹാർഡ് വർക്ക് ചെയ്യുന്നവർ. ഇവർക്ക് വന്ന് ഈ ലക്ഷറികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൂടുതൽ റെയിൽവേ തൊഴിലാളികൾ, വർക്ക്ഷോപ്പ് മേഖല, പിന്നെ അടിമപ്പണി എന്ന് വേണമെങ്കിലും പറയാം. ചിലവരൊക്കെ നിന്ന് ഒരു ഷോപ്പിൽ നിൽക്കും, രാവിലെ 9:30 പോയിട്ട് രാത്രി 9 വരെ, ശമ്പളം കുറവായിരിക്കും. അത് അവരുടെ ഈ 8 നമ്പറുടെ. പിന്നെ അനുഗ്രഹീതനാണ്, ചില സമയങ്ങൾ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്നവർ. അത് പറഞ്ഞില്ല, റെയിൽവേ മേഖല, വർക്ക്ഷോപ്പ് മേഖല, പിന്നെ EVയിൽ ജോലി, അത് ചൊവ്വയുടെ ഒരു ജാതകത്തിലുള്ളതാണ്. 8 നമ്പറുകാർ പൊതുവായി പറയുന്നത് അധ്വാനശീലം, കഷ്ടതയിൽ സന്തോഷം കണ്ടെത്തുന്നവർ. ചിലവർ ഓപ്പോസിറ്റും ആവും, മടുപ്പ്, ഭയങ്കര മടുപ്പായിരിക്കും, ജോലിയിൽ കഷ്ടം ഏത് നേരം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തി. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് 8-ാം തീയതി, 17-ാം തീയതി, 26-ാം തീയതി. 8-ാം മാസം എന്ന് പറയുന്നത് സെപ്റ്റംബർ, അല്ല ജൂലൈ, ആഗസ്റ്റ് മാസം. അപ്പോൾ ഇവരുടെ ഒന്ന് നമ്മൾ എപ്പോഴും കണ്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കഷ്ടതയെ പറയൂ, നല്ലത് അവർ പറയില്ല, എന്ന് വെച്ചാൽ അവരുടെ അനുഭവം അതാണ്. ഇനി അടുത്ത് 9-ാം നമ്പർ. 9-ാം നമ്പർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 8-ാം നമ്പർ നക്ഷത്രം വിട്ടുപോയി. നക്ഷത്രം എന്ന് പറയുന്നത് 8-ാം നമ്പറുടെ നക്ഷത്രം പൂയം, അനിഴം, ഉത്രട്ടാതി. അപ്പോൾ ശനിയാണ് അതിൻ്റെ നമ്പറുടെ കാരകൻ. ഇനി അടുത്ത് 9-ാം നമ്പർ. 9-ാം നമ്പർ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെയാണ്. അവിട്ടം, ചിത്തിര, മകയിരം. ഇതിൽ 9-ാം മാസം ജനിക്കുക, 9-ാം തീയതി, 18-ാം തീയതി, 27-ാം തീയതി. ഇവർ സാഹസ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ. കൂടുതൽ പോലീസ് വകുപ്പിലായിരിക്കും ജോലി, അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്നവർ. പിന്നെ സ്പോർട്സിൽ ടീച്ചിങ് കൊടുക്കുന്നില്ലേ, അവരൊക്കെ ഇത്. പിന്നെ പോലീസിൽ ട്രെയിനർ, ജിമ്മ് വെച്ച് നടത്തുന്നവർ, ഇതെല്ലാം ഇതിലാണ് വരുന്നത്. ഇപ്പോൾ ട്രാഫിക്കും പറയാം, ട്രാഫിക് പോലീസ് എല്ലാം വരുന്നത്. റെയിൽവേ പോലീസും പറയാം. ചൊവ്വയുടെ ആധിക്യമാണ്. ചൊവ്വയെന്ന് വെച്ചാൽ എങ്ങനെയാണ്, കോപിഷ്ഠനാണ്, ഒരു ധാർഷ്ട്യവും ഇല്ല, അതായത് ഒരു എക്സ്ക്യൂസും പറയാൻ പാടില്ല, കർക്കശക്കാരൻ അങ്ങനെ പറയാം. അപ്പോൾ ഈ 9-ാം തീയതി, 18-ാം തീയതി, 27-ാം തീയതി ജനിച്ചവരൊക്കെ ചൊവ്വാഴ്ചയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം ആരും ഒത്തുപോകില്ല. അപ്പോൾ നമ്മൾ 5-ാം നമ്പറുകാർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, ഈ നമ്പറുകാർ ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല. മലവാസ സ്ഥലങ്ങളിലാണ് താമസം. ചിലവരൊക്കെ വീട് എവിടെ, ഞാൻ കുന്നുംപുറത്താണ് താമസം എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഞാൻ ഫ്ലാറ്റിലാണ് താമസം. ഇവർ നിലത്ത് നിൽക്കില്ല, ഹൈറ്റിലേ താമസിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത. പിന്നെ നേർക്കൊണ്ട പറവ എന്ന് പറയും, നേരിട്ടേ സംസാരിക്കുകയുള്ളൂ. കുറച്ച് എന്തെങ്കിലും പ്രശ്നമായി അടിച്ചളയും, കോപിഷ്ഠന്മാർ. ഇതാണ് ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത. നന്ദി സർ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.